നമ്മൾ ഇത്രയും നല്ല റോ മെറ്റീരിയൽസ്, ഇത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ആൻറ്റി ഫംഗൽ അഡിറ്റീവ്സ്, എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടിട്ടാണ് പെയിന്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇത് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു പെയിന്റർ ഇത് അപ്ലൈ ചെയ്യുന്നിടത്ത് ഈ ഇൻഡസ്ട്രി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ശ്രദ്ധ കുറവ് വരുന്നൊരു ഭാഗമാണത്. ഇതിലേത് വെള്ളമാണ് ഒഴിക്കുന്നത്? ചിലർ ടാപ്പിലെ വെള്ളം എടുത്ത് ഒഴിക്കും, അതിൽ ക്ലോറിൻ കണ്ടന്റ് കൂടുതലായിരിക്കും. ചിലർ കിണറ്റിലെ വെള്ളം കോരി ഒഴിക്കും, ചിലപ്പോൾ അയൺ കണ്ടന്റ് കൂടുതലായിരിക്കും. ലിക്വിഡായിട്ട് വെള്ളം കിട്ടുന്ന എന്തെങ്കിലും ഒഴിച്ച് മിക്സ് ചെയ്താൽ പിന്നെ വൈറ്റേ കാണുള്ളൂ, വേറൊന്നും കാണില്ല. ഈ സാധനം എടുത്താണ് നമ്മൾ അടിച്ചു വിടുന്നത്. നാച്ചുറലി എന്താ സംഭവിക്കുന്നത്? ഇത്രയും നല്ല പെയിന്റ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അതിലെന്തോ ഒഴിക്കണമെന്നൊരു കൺട്രോൾ ഇല്ലെന്ന്. നമ്മുടെ ഫാക്ടറി മുംബൈയിലാണ്. അവിടുന്ന് രാജസ്ഥാനിലേക്ക് പെയിന്റ് കൊടുത്തിട്ട് ചാമ്പി, ഇങ്ങനെ പൈപ്പ് ചാമ്പി എടുക്കുന്ന ആ വെള്ളം എടുത്തിട്ടാണ് പെയിന്റിൽ ഒഴിക്കുന്നത്. അത് തന്നെ ഓൾറെഡി ഒരു ബ്രൗണിഷ് കളറാണ് ആ വെള്ളം. അത് പെയിന്റിൽ ഒഴിച്ചാൽ പിന്നെ കാണാനും പറ്റില്ല. മിക്സ് ചെയ്ത് അടിക്കുന്നു, പെയിന്റിൽ കംപ്ലൈന്റ് വരുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഇപ്പം ഒരു ബക്കറ്റിൽ നമ്മൾ വെള്ളം രാത്രി പിടിച്ചു വെക്കുക, എടുത്തു വെക്കുക. കാലത്ത് ആ ബക്കറ്റിലെ വെള്ളം ചെരിച്ച് കളഞ്ഞിട്ട് നമ്മൾ കൈ സൈഡിൽ കൂടെ ഒടിച്ചൊരു വഴുവഴുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓൾറെഡി ഫംഗൽ ആക്ടിവിറ്റി അതിൽ തുടങ്ങിക്കഴിഞ്ഞു. ആ വെള്ളമാണ് നമ്മൾ പെയിന്റിൽ കൊണ്ട് ഒഴിക്കുന്നത്, എന്നിട്ടാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ മിനറലൈസ്ഡ് വാട്ടർ, നമ്മളിപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ, യെസ്, യൂസ് ദാറ്റ് വാട്ടർ. ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറയും.